കോട്ടയത്തെ നാലമ്പലങ്ങളിൽ പ്രധാന ക്ഷേത്രമാണ് രാമപുരം ശ്രീരാമക്ഷേത്രം. രാമായണ മാസ ആരംഭം മുതൽ വലിയ ഭക്തജന തിരക്കാണ് ഇവിടെ. ശ്രീരാമചന്ദ്രനും സഹോദരന്മാരും ഇവിടെ എത്തിയിരുന്നു എന്നാണ് വിശ്വാസം. ഇന്നത്തെ ദർശനം ഈ രാമസന്നിധിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. മിഥുനും മനോജും ചേർന്നാണ്. നമസ്തേ. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ നാമം തിലകക്കുറി പോലെ പേരിൽ ചേർത്തിരിക്കുന്ന ഗ്രാമം കോട്ടയം മീനച്ചിൽ താലൂക്കിലെ രാമപുരം. ദശരഥപുത്രന്മാരുടെ 4 ക്ഷേത്രങ്ങൾ 4 കിലോമീറ്ററിനുള്ളിൽ തന്നെ സ്ഥിതി ചെയ്യുകയാണ് ഈ ഗ്രാമത്തിൽ. അവിടുത്തെ രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ വിശേഷങ്ങളാണ് ഇന്ന്. രാമപുരം, ശ്രീരാമന്റെ നാട്. ദിനവും രാമായണശീലുകൾ അലയടിക്കുന്ന ഗ്രാമം. ആദർശധീരനും മര്യാദാ പുരുഷോത്തമനുമായ ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ പേരിലുള്ള നാട് എന്നറിയപ്പെടുന്നതിൽ പരം പരമാനന്ദം മറ്റെന്തുണ്ട്? ആ ഭാഗ്യം സിദ്ധിച്ചവരാണ് കോട്ടയം രാമപുരത്തെ ഓരോരുത്തരും, ഓരോ പുൽക്കൊടി പോലും. ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ പാദസ്പർശമേറ്റ് പരിപാവനമായ പുണ്യഭൂമി. അവിടെ ഇന്നും നാട്ടുകാർക്ക് അഭയവും അനുഗ്രഹവുമേകി വിരാജിക്കുന്നു അയോധ്യാധിപതി ശ്രീരാമൻ. വൈഷ്ണവ പാരമ്പര്യത്തിലെ 108 അഭിമാന ക്ഷേത്രങ്ങളിലൊന്നായി ഈ ക്ഷേത്രത്തെ കാണുന്നു. ചതുർബാഹുവായി കിഴക്കോട്ട് ദർശനമായ ശ്രീരാമനാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. അമനകരമന, കുന്നൂർമന, കാരനാട്ടുമന എന്നീ 3 നമ്പൂതിരി കുടുംബങ്ങൾ അടങ്ങുന്ന രാമപുരം ദേവസ്വം എന്ന ട്രസ്റ്റാണ് ക്ഷേത്രം നിയന്ത്രിക്കുന്നത്. ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ പാദസ്പർശമേറ്റ പുണ്യഭൂമിയാണ് ഇവിടമെന്നാണ് വിശ്വാസം. സീതാ വിയോഗത്തിന് ശേഷം ദുഃഖഭരിതനായ ശ്രീരാമചന്ദ്രൻ ഇവിടേക്ക് സീതാന്വേഷണം നടത്തിയ ഇടങ്ങളിലേക്കെല്ലാം വീണ്ടും ഒരു യാത്ര നടത്തിയെന്നും ഇവിടെ ഈ രാമപുരത്ത് എത്തിച്ചേർന്നുവെന്നാണ് ഐതിഹ്യം. രാവണൻ അപഹരിച്ച സീതയെ തേടി ഘോരവനമായിരുന്ന ഇവിടത്തേക്ക് രാമൻ എത്തിയെന്നാണ് ഐതിഹ്യം. രാവണയുദ്ധം ജയിച്ച് അയോധ്യയിൽ തിരിച്ചെത്തിയ ശ്രീരാമചന്ദ്രൻ സീതാവിയോഗത്തിൽ അതീവ ദുഃഖിതനായി. സീതാന്വേഷണം നടത്തിയ പഴയ വഴികളിലൂടെ ശ്രീരാമൻ ഒരിക്കൽ കൂടി സഞ്ചരിച്ചു. അങ്ങനെ ഇവിടേക്ക് വീണ്ടും ശ്രീരാമൻ എത്തി. ഭഗവാനെ തേടി സഹോദരങ്ങളായ ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും എത്തിയപ്പോൾ ഈ പ്രദേശത്ത് ധ്യാനനിരതനായിരിക്കുന്ന ശ്രീരാമനെ കണ്ടെത്തി. സമീപ പ്രദേശങ്ങളിൽ സഹോദരങ്ങളും ധ്യാനമിരുന്നു. പിന്നീട് കാലാന്തരത്തിൽ ഈ ദേവചൈതന്യങ്ങൾ തിരിച്ചറിയുകയും ക്ഷേത്രപ്രതിഷ്ഠകൾ നടത്തുകയും ചെയ്തു. ശ്രീരാമൻ മുഖ്യമായിട്ടും പ്രധാനമായിട്ട്, പിന്നെ ഉപദേവന്മാരായിട്ട് ഗണപതി, അതുപോലെ തന്നെ ഭദ്രകാളി, ഹനുമാൻ, രാമൻ്റെ തന്നെ ശേഷഭക്തനായിട്ടുള്ള ഹനുമാൻ ഇത്യാദി ഉപദേവതകൾക്കാണ് പ്രാധാന്യമായിട്ട് കൽപ്പിച്ച് ആചരിച്ചു വരുന്നത്. രാമായണ മാസത്തിൽ നാലമ്പല ദർശന പുണ്യത്തിനായി ഭക്തജന സഹസ്രങ്ങളുടെ ഒഴുക്കാണ്. രാമായണ മാസാചരണത്തിൽ കോട്ടയത്തെ നാലമ്പല ദർശനം ഇന്ന് ഭക്തർക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. നാടൊന്നാകെ രാമഭക്തിയിൽ ലയിക്കുന്ന പുണ്യമാസത്തിൽ ക്ഷേത്രദർശനം അതിവിശിഷ്ടമായും കരുതുന്നു. രാമായണത്തിൽ രാമനെക്കുറിച്ച് തന്നെ പറയുക, രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നാണ്. ധർമ്മം തന്നെ ഒരു മൂർത്തിയായിട്ട് പ്രാപിച്ചത് അതെന്താണോ അത് തന്നെ രാമൻ. അപ്പോൾ ഈ നാലമ്പല ദർശനത്തിൻ്റെ വിശേഷവും ഗൃഹസ്ഥാശ്രമികൾക്ക് പ്രത്യേകമായിട്ടും ധർമ്മ സംരക്ഷണം എങ്ങനെയാണ് എന്ന് ബോധിപ്പിക്കുന്ന ഒരു വിശേഷമായിട്ട് കൂടിയാണ് നാലമ്പല ദർശനം കണക്കാക്കുക. ശ്രീരാമന്റെയും ലക്ഷ്മണന്റെയും ഭരതന്റെയും ശത്രുഘ്നന്റെയും ക്ഷേത്രങ്ങൾ 3 കിലോമീറ്ററിനുള്ളിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ് കേരളത്തിലെ മറ്റ് നാലമ്പലങ്ങളിൽ നിന്ന് കോട്ടയത്തെ നാലമ്പലത്തെ വേറിട്ട് നിർത്തുന്നത്. നാലമ്പല ദർശനം തുടങ്ങേണ്ടതും മറ്റ് ദശരഥപുത്രന്മാരെ വണങ്ങിയതിനു ശേഷം വീണ്ടും മടങ്ങിയെത്തി നാലമ്പല ദർശനം പൂർത്തിയാക്കേണ്ടതും രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ്. ഈ നാലമ്പല പെരുമ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ പ്രകീർത്തിച്ചിട്ടുണ്ട്. നാലമ്പലത്തിൻ്റെ ഒരുക്കങ്ങൾ ഏതാണ്ട് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. കൂടാതെ ഒരു 6 മാസം മുമ്പ് ഇപ്പോഴത്തെ ക്യാബിനറ്റ് മന്ത്രിയായിരുന്ന ശിവരാജ്
ചൗഹാൻ നാലമ്പല ദർശനത്തിനെത്തി. അതിനുശേഷം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അദ്ദേഹത്തിൻ്റെ മൻ കി ബാത്തിലും ഈ നാലമ്പലത്തെ പറ്റി പരാമർശിക്കുകയുണ്ടായി. ആയതിനാൽ നല്ല ജനത്തിരക്കുണ്ടാവും. KSRTC വിപുലമായ തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട്. ഒരിക്കലെങ്കിലും ശ്രീരാമസന്നിധിയിലെത്തുന്ന ഭക്തജനങ്ങളെ പിന്നീടെപ്പോഴും വീണ്ടും ആകർഷിക്കുന്ന ഒരു ഊർജം രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിനുണ്ടെന്ന് അനുഭവസ്ഥർ പറയുന്നു. ഉള്ളൊരുകി പ്രാർത്ഥിക്കുന്നവർക്ക് സംരക്ഷകനായി രാമപുരം ശ്രീരാമചന്ദ്രനുണ്ട്. പല സന്ദർഭങ്ങളിലും ആ കരുതൽ അനുഭവിച്ചറിഞ്ഞവരാണ് ഭഗവാന്റെ ഭക്തർ. കൊച്ചിന് ചോറ് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം കർക്കിടകത്തിന് മുമ്പ് ചോറ് കൊടുക്കാന്നുള്ള ഇതിൽ ചോറ് കൊടുക്കാൻ വേണ്ടി വന്നു. നല്ലൊരു ഐശ്വര്യം നമുക്ക് കിട്ടും നാലമ്പലം തൊഴുത്. ക്ഷേത്രത്തിന് 1000-ലേറെ വർഷങ്ങളുടെ പഴക്കമുണ്ട് എന്ന് കരുതപ്പെടുന്നു. വൃത്താകൃതിയിലാണ് ശ്രീകോവിൽ. ശ്രീകോവിലിന്റെ തെക്കുഭാഗത്തായാണ് ശാസ്താവിന്റെയും ദക്ഷിണാമൂർത്തിയുടെയും പ്രതിഷ്ഠ. ഭദ്രകാളി, ഗണപതി, ഹനുമാൻ, ബ്രഹ്മരക്ഷസ്, യക്ഷിയമ്മ എന്നിവരും ഉപദേവതകളാണ്. കോട്ടയത്തുനിന്ന് 37 കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്ര സങ്കേതം. പാലാ കൂത്താട്ടുകുളം ഹൈവേയിൽ രാമപുരം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ സന്നിധിയിലെത്തിച്ചേരാം. ഈ രാമായണ മാസം പുണ്യമാക്കിക്കൊണ്ട് ഭക്തജനങ്ങൾക്ക് സർവ്വൈശ്വര്യങ്ങളുമേകി വാണരുളുകയാണ് രാമപുരം ശ്രീരാമസ്വാമി.